നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ഒമാൻ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച അഹ്ലൻ റമലാൻ വിജ്ഞാനവേദി സമാപിച്ചു. വൈകിട്ട് ആരംഭിച്ച വിജ്ഞാനവേദിയിൽ ഒമാൻ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സൊഹാർ പ്രസിഡന്റ് മൻസൂർ അലി ഒറ്റപ്പാലം പ്രബോധനം ആത്മരക്ഷയ്ക്ക് എന്ന വിഷയത്തിലും ദുബായ് മസ്ജിദ് സാലെഹ് ബിൻ ലഹേജ് ഖതീബ് സഫ്വാൻ പൂച്ചാക്കൽ റമലാൻ മാറ്റത്തിനൊരവസരം എന്ന വിഷയത്തിലും പ്രഭാഷണങ്ങൾ നിർവഹിച്ചു. ഒമാൻ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ റൂവി സെന്റർ പ്രസിഡന്റ് സാജിദ് പാലക്കാട്, ബർക്ക സെന്റർ പ്രസിഡന്റ് മുഹമ്മദ് ഷഫീർ, സോഹാർ സെന്റർ സെക്രട്ടറി ഹുസ്നി മുബാറക് എന്നിവർ സംസാരിച്ചു. മാർത്തോമൻ പൈതൃക സംഗമത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കുവൈത്തിലെ മലങ്കര സഭാ വിശ്വാസികൾ മാർത്തോമൻ പൈതൃക സ്മൃതി കൊണ്ടാടി. സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ആഭിമുഖ്യത്തിലാണ് മാർത്തോമൻ പൈതൃക സ്മൃതി സംഘടിപ്പിച്ചത്. മഹാ ഇടവകയുടെ അബാസിയ സെന്റ് ബസേലിയോസ് ചാപ്പൽ, സാൽമിയ സെന്റ് മേരീസ് ചാപ്പൽ എന്നിവിടങ്ങളിൽ നടന്ന ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറയ്ക്കൽ, സഹവികാരി ഫാദർ ലിജു കെ പൊന്നച്ചൻ, MGOC-SM കേന്ദ്ര ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ വിവേക് വർഗീസ്, ഫാദർ ഗീവർഗീസ് ജോൺ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വടകര NRI ദുബായ് കൂട്ടായ്മയുടെ 20ാം വാർഷികാഘോഷ പരിപാടികളുടെ സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സന്ധ്യ മാധ്യമപ്രവർത്തകൻ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് EK ദിനേശൻ അധ്യക്ഷത വഹിച്ചു. 20ാം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സ്മരണിക എഴുത്തുകാരി ഷെമി കൂട്ടായ്മയുടെ കേന്ദ്ര സമിതി പ്രസിഡന്റ് ഇന്ദിര തയ്യലിന് നൽകി പ്രകാശനം ചെയ്തു. കടത്തനാട് ബിസിനസ് എക്സലൻസ് അവാർഡ് ജേതാവ് അനീസ് മുബാറക്, പ്രവാസി കർമ്മശ്രീ അവാർഡ് ജേതാവ് KP മുഹമ്മദ്, പ്രവാസ ലോകത്ത് 50 വർഷം പിന്നിട്ട മൊയ്തു കുറ്റിയാടി, NRI കൂട്ടായ്മ സ്ഥാപക അംഗം ഇന്ദിര തയ്യൽ എന്നിവരെ ആദരിച്ചു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക: news@prevasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ്@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്.